സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങി. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. എല്ലാവർക്കും മോർണിംഗ് സർക്കിളിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് ക്ലാസ് സെഷൻ എടുക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സജന മാം ആണ്. മാമിനെ സ്നേഹത്തോടെ പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്രോസിറ്റി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ട് ആദരപൂർവ്വം സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അതോടൊപ്പം ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും മോർണിംഗ് സർക്കിളിലേക്ക് സ്വാഗതം. Thank you. Good morning all. Thank you, Rav sir. Good morning. Good morning. അപ്പൊ ഇന്ന് ഞാൻ എടുക്കാൻ വെച്ചിട്ടുള്ള ടോപ്പിക് എല്ലാവരും സാർ ഇപ്പൊ പറഞ്ഞു. അപ്പൊ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള 3 ടേംസുകൾ അല്ലെങ്കിൽ 3 കോൺസെപ്റ്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് സംഭവം നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്കിലും കൂടെ ഞാനിപ്പോ അടുത്താണ് ഇങ്ങനെയൊക്കെ ഒരു ടേം ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ ഒരു ബുക്ക് വായിച്ചപ്പോഴാണ് ഇത് അറിയുന്നത്. അപ്പൊ എന്തായാലും ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോ അതിനു മുമ്പ് ഞാൻ ഒരു 3 ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ ഒരു നന്മ തിരിച്ച് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാണ്ട്, നമുക്ക് അവരിൽ നിന്ന് തിരിച്ച് ഒന്നും കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു നന്മ ചെയ്യാനായിട്ട് തോന്നാറുണ്ടോ? തിരിച്ച് യാതൊന്നും പ്രതീക്ഷിക്കാണ്ട് ഉണ്ട്. അതെ, തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് അല്ലെ. നമ്മൾ തിരിച്ച് യാതൊന്നും പ്രതീക്ഷിക്കാണ്ട് പല സഹായങ്ങളും പലർക്കും ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും, നന്മകള് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നമുക്കൊരാളൊരു ഹെൽപ്പ് ചെയ്തു എന്ന് വിചാരിക്കും. നമുക്കൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ഹെൽപ്പ് ചെയ്തപ്പോ നമുക്കൊരു മനസ്സിലൊരു തോന്നൽ ഉണ്ടാവുകയാണ്, നമുക്കൊരു അവസരം വന്നു കഴിഞ്ഞാൽ അയാളെ തിരിച്ച് സഹായിക്കണം, നമുക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആളെ തിരിച്ച് സഹായിക്കണം എന്ന് അങ്ങനെ തോന്നാറില്ലേ? നമുക്ക് ആരെങ്കിലും ഒരു ഹെൽപ്പ്, ഒരു സഹായം ചെയ്തു, അപ്പൊ നമ്മൾ വിചാരിക്കണത് എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോ നമുക്ക് തിരിച്ചും ആൾക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് അത് നമുക്ക് തോന്നാറുണ്ടല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് നമ്മളൊരാൾക്കൊരു ഹെൽപ്പ് നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പോ അവരിൽ നിന്ന് തിരിച്ച് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാ, അതായത് നമ്മൾ ഒരാൾക്കൊരു സഹായം നന്മ ചെയ്തു, അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളോ കുറച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ തിരിച്ച് അവരിൽ നിന്ന് നമുക്കൊരു അതിനേക്കാളും വലിയൊരു ഹെൽപ്പ് നമുക്ക് കിട്ടുകയാണ്. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ, നമ്മളുടെ ഉണ്ട് അങ്ങനെ. അപ്പൊ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് സൈക്കോളജിയിലുള്ള 3 കോൺസെപ്റ്റുകളാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതില് ഈ 3 ടേംസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പറയുന്നത് ഓൾട്രൂയിസം, സെക്കൻഡ് റെസിപ്രോസിറ്റി, തേർഡ് ബൂമറാങ് ഇഫക്റ്റ് എന്ന് പറയും. ഇതൊക്കെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓൾട്രൂയിസം, ഞാൻ പറയുന്ന ആ 3 ടേംസ് എന്ന് പറയുന്നത് ഓൾട്രൂയിസം, റെസിപ്രോസിറ്റി, ബൂമറാങ് ഇഫക്റ്റ്. അറിയാം, സൂസൻ മാം കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് അതിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാനിത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ആ ഒരു ടേംസ് ഷെയർ ചെയ്യാം. ഓൾട്രൂയിസം, റെസിപ്രോസിറ്റി ആൻഡ് ബൂമറാങ് ഇഫക്റ്റ്. അതില് ഓൾട്രൂയിസം എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം, അതായത് നമ്മള് യാതൊരുവിധ നമുക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുന്ന യാതൊരുവിധ പ്രതീക്ഷയും ഇല്ലാതെ നമ്മൾ ആരെങ്കിലും ഒരു നന്മ ചെയ്യണം അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യുന്നത്, അതാണ് ഈ ഓൾട്രൂയിസം. സൈക്കോളജിയിൽ അതിനെ മനുഷ്യന്മാരിൽ ഉണ്ടാവുന്ന ആ ഒരു മനോഭാവം, അതിനെ ഓൾട്രൂയിസം എന്നാണ് വിളിക്കുക. അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലേ. ഇപ്പൊ നമ്മൾക്ക് വിശപ്പുള്ള ഒരാൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കും, നമ്മൾ തിരിച്ചൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല.
അതുപോലെ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. അപ്പോഴും നമ്മൾ എന്താണ് തിരിച്ച് വേറെ അയാളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനായിട്ട് വിദ്യാഭ്യാസത്തിനായിട്ടുള്ള പൈസ നമ്മൾ ചെലവ് കൊടുക്കും. അതുപോലെ ഇപ്പൊ എന്തെങ്കിലും രോഗം, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ, എന്തെങ്കിലും മാരകമായിട്ടുള്ള അസുഖങ്ങൾ വന്നപ്പോ അവർക്ക് ട്രീറ്റ്മെന്റിനായിട്ട് അവർക്ക് പൈസ ഇല്ല, അപ്പൊ നമ്മൾ കൊടുക്കും, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും. അതും നമ്മൾ തിരിച്ച് അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, പക്ഷെ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവാം. നമ്മൾ ആ ഒരു നന്മ ചെയ്യുന്നതിന് ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇതുണ്ടായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ, പിന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതാണ് ഓൾട്രൂയിസം. അതായത് തിരിച്ച് നമുക്ക് യാതൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവൃത്തികൾക്ക്, അതാണ് ഓൾട്രൂയിസം എന്ന് പറയുന്നത്. ഇത് ആ കൊടുക്കുന്നവന്റെ ഒരു മനോഭാവമാണ് ഓൾട്രൂയിസം എന്ന് പറയുന്നത്. ഇത് ഒരു എമ്പതിയുടെ പുറത്തേക്ക് ഉണ്ടാവാം അല്ലെ. നമുക്ക് ആ ആൾക്കാരോട് ഒരു എമ്പതി തോന്നും, അപ്പോഴാണ് ആ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാവും, ഓൾട്രൂയിസം എന്നായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാവും. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് റെസിപ്രോസിറ്റി ആണ്. റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ. അതായത് നമുക്ക് ഒരാളൊരു സഹായം ചെയ്തു, അപ്പൊ നമുക്ക് അവരോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും അല്ലെ. നമുക്ക് ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അവരോടൊരു, അതൊരു ചെറിയൊരു കാര്യമാവട്ടെ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് അവരോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അപ്പൊ നമുക്കൊരു തോട്ട് വരികയാണ്, നമുക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോ അവരെ നമ്മൾക്ക് സഹായിക്കാം. അല്ലെങ്കിൽ ഒരു അവസരം വന്നപ്പോ നമ്മൾ ഓർക്കാണ്, എന്നെ അയാൾ സഹായിച്ചതല്ലേ, അല്ലെങ്കിൽ എനിക്ക് അയാൾ ഇങ്ങനെ ഒരു ഫേവർ ചെയ്തതല്ലേ, എന്തെങ്കിലും എന്തുകൊണ്ട് വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും പണം കൊണ്ടായാലും എന്തുകൊണ്ടായാലും നമുക്ക് ചെയ്തതല്ലേ, അപ്പൊ നമുക്കത് തിരിച്ചു കൊടുക്കാമെന്നൊരു മനോഭാവം, അവസരം കിട്ടുമ്പോൾ നമുക്കത് തിരിച്ചു കൊടുക്കാമെന്നുള്ള ഒരു മനോഭാവം മനുഷ്യന്മാരിൽ ഉണ്ടാവുന്ന ഒരു മനോഭാവം, അതാണ് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ നിന്നാണ് ഉണ്ടാവുന്നത്. മറ്റേ ഓൾട്രൂയിസം എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരാളോടുള്ള ഒരു എമ്പതിയിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ഇതാണ്. റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡിൽ നിന്ന് ഉണ്ടാവും. പിന്നെ ഇത് ഓൾട്രൂയിസത്തിൽ നിന്നാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഒരാൾ നമുക്ക് തരുമ്പോഴാണ് നമുക്ക് അയാൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഇത് ഉണ്ടാവുക. അതാണ് ഈ റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. ഈ റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം തന്നെ ഇപ്പൊ ബിസിനസ്സുകളിലൊക്കെ ഇപ്പൊ നമുക്ക് കാണാം. ഇപ്പൊ നമ്മൾ മാളുകളിലൊക്കെ പോകുമ്പോ അവിടെ ടെസ്റ്റിങ്ങിനായിട്ടൊക്കെ ഓരോ സാധനം വെച്ചിട്ടുണ്ടാവും അല്ലെ. എന്തെങ്കിലും ഇപ്പൊ നമ്മൾ സ്പ്രേയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ നമ്മള് അത് ശരിക്കും അതവിടെ വെക്കണമെന്ന് വെച്ചാൽ അതിന്റെ ഒരു സൈക്കോളജിയും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു റെസിപ്രോസിറ്റി എന്ന് പറയുന്ന ഒരു സൈക്കോളജി ആണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ അത് ശരിക്കും അവരവിടെ വെക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ അത് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇത് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നും. പക്ഷെ അതിന് മാത്രമല്ല എന്നാണ് പറയുന്നത്. നമ്മൾ നമുക്ക് ഫ്രീ ആയിട്ട് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടാറുണ്ട്. അപ്പൊ നമുക്ക് ആ സാധനം വാങ്ങാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. അതും എന്താണ്, ഒരു റെസിപ്രോസിറ്റിയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ട്രെയിനേഴ്സ് ഒക്കെ എന്താണ് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ ഇപ്പൊ അവരുടെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി എന്തുണ്ടാവും, ആൾക്കാർക്ക് ഉണ്ടാവും. ആദ്യം നമ്മൾ കുറെ ഫ്രീ ആയിട്ട് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കോണ്ടന്റുകളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യണം. പിന്നീട് നമ്മളുടെ ഒരു പ്രോഗ്രാം വരുമ്പോൾ അവർക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ ഇതും എന്താണ്, റെസിപ്രോസിറ്റി തന്നെയാണ്. പിന്നെ അത് എന്തായിക്കോട്ടെ, നമ്മളിപ്പോ റെസിപ്രോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് തന്നെ കൊടുക്കുന്നതല്ല, നമ്മൾ സ്നേഹം, ഒരാൾക്ക് ഒരു സ്നേഹം കൊടുത്ത് ആ വ്യക്തിയിൽ നിന്ന് തന്നെ തിരിച്ചു കിട്ടുന്നതാണ് കേട്ടോ റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. ആ സെയിം വ്യക്തിയിൽ നിന്ന് തന്നെ അയാൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല, അപ്പൊ നമുക്ക് അത് തിരിച്ചു കിട്ടും. അതായത് നമ്മൾ ഒരാൾക്ക് സ്നേഹം കൊടുക്കുമ്പോൾ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ ഒരാൾക്ക് ബഹുമാനം കൊടുക്കുമ്പോൾ ബഹുമാനം തിരിച്ചു കിട്ടും. നമ്മൾ ഒരാൾക്ക് സഹായം കൊടുക്കുമ്പോൾ സഹായം തിരിച്ചു കിട്ടും. അതുപോലെ ഒരാൾക്ക് നമ്മൾ ഒരു അറിവ് കൊടുക്കുമ്പോൾ അവരിൽ നിന്നും നമുക്കൊരു അറിവ് തിരിച്ചു കിട്ടാം. അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്കൊരു പ്രശംസ കൊടുക്കുമ്പോൾ വേറൊരു അവസരത്തിൽ തിരിച്ച് നമുക്ക് ആ ഒരു പ്രശംസ കിട്ടാം. ഒരു പുഞ്ചിരി, ഒരു ചിരി പോലും എന്ത് ചെയ്യാം, നമുക്ക് ആളിൽ നിന്ന് നമ്മൾ ആർക്കാണോ കൊടുക്കുന്നത് ആ വ്യക്തിയിൽ തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. അതായത് ആ വ്യക്തിക്ക് അത് നമുക്ക് തിരിച്ചു തരാനായിട്ടുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു മനോഭാവം അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് നാച്ചുറൽ ആയിട്ട് മനുഷ്യന്മാരിൽ ഉണ്ടാവുന്ന ഒരു ഇതാണ് നാച്ചുറൽ ഹ്യൂമൻ റെസ്പോൺസ് ആണ് ഈ ഒരു റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ റെസിപ്രോസിറ്റിനായിട്ട് അതൊരു പ്രോബബിലിറ്റി ആണ് കേട്ടോ, ഒരു സാധ്യതയാണ്. അവർക്ക് അത് ചിലപ്പോ തിരിച്ച് നമ്മൾക്ക് അത് ചെയ്യാനായിട്ടുള്ള ഒരു
കഴിവ് അല്ലെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ അവർക്ക് അത് കഴിഞ്ഞിരിക്കണം എന്നില്ല, പക്ഷെ അവർക്ക് അത് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി, അതൊരു പ്രോബബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്റ്റോറി ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറി പറയാം. ഇത് കാലിഫോർണിയയിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. രാഹുൽ സാറിന് സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കാലിഫോർണിയയിലെ സ്റ്റോറി തന്നെ എടുത്തത്. അവിടെ എന്താണ് പാഡറസ്കി എന്ന് കേട്ടിട്ടുണ്ടോ രാഹുൽ സാർ? ഇഗ്നാസി ജെ പാഡറസ്കി ഉണ്ട്. ഇല്ല, കേട്ടിട്ടില്ല. എന്താണ്? അതായത് ഒരാളുടെ പേരാണ് പാഡറസ്കി. ഇഗ്നാസി ജെ പാഡറസ്കി എന്നാണ് ആളുടെ ഫുൾ നെയിം. അത് ജെ എന്നായിരിക്കില്ല, എല്ലേ എന്നാ വായിക്കത്. അതെ, അതെനിക്ക് കറക്റ്റ് കേട്ടിട്ടില്ല. പാഡറസ്കി എന്നാണ് ആളുടെ അത് ആ ഒരു സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് കാലിഫോർണിയയിലെ 1982 കാലിഫോർണിയയിലെ ഒരു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, കാലിഫോർണിയയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു വേൾഡിൽ തന്നെ യൂണിവേഴ്സിറ്റിയാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ രണ്ട് വിദ്യാർത്ഥികൾ, പാവപ്പെട്ട രണ്ട് വിദ്യാർത്ഥികൾ, അവിടെ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ. അപ്പൊ അവർക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ അവര് വിഷമിക്കണം. അപ്പൊ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഡേറ്റിനുള്ളിൽ എക്സാമിനുള്ളിൽ ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് ടെൻഷനാണ്, എക്സാം എഴുതാൻ പറ്റില്ല, ഫീസ് അടയ്ക്കാനുള്ള പൈസ അവർക്ക് ഇല്ല, രണ്ടുപേർക്കും ഇല്ല. അങ്ങനെ അവർ അതിനെ വിഷമിച്ചിരുന്നിട്ട് അവരിങ്ങനെ ആലോചിക്കണം ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് ആലോചിക്കുമ്പോൾ അവര് വിചാരിക്കണം എന്തെങ്കിലും ചെയ്യണം, പൈസ ഉണ്ടാക്കണം. അപ്പൊ അവരിങ്ങനെ വിചാരിക്കണം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്യാമ്പസിൽ ഒരു സംഗീത കച്ചേരി നടത്താം. ഒരു സംഗീത കച്ചേരി നടത്തിയിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടണ ആ ഒരു ഫണ്ടിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നമുക്ക് ഫീസ് അടയ്ക്കാനുള്ളതായിട്ട് എടുക്കാനായിട്ട് അവര് തീരുമാനിക്കണം. അങ്ങനെ ആ രണ്ട് വിദ്യാർത്ഥികളും ഈ ഒരു സംഗീത കച്ചേരി നടത്താനായിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പിയാനിസ്റ്റ് ആണ്, ഞാനിപ്പോ പറഞ്ഞ പേരുണ്ട്, ആ ഫുൾ കറക്റ്റ് ആണോ എനിക്കല്ല, പാഡറസ്കി എന്നാണ്, ഇഗ്നാസി എന്നാണ് സ്റ്റാർട്ടിങ്, ഇഗ്നാസി പാഡറസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് പിയാനിസ്റ്റിനെ അവര് സമീപിക്കണം, ആളുടെ മാനേജറിനെ സമീപിക്കണം. അപ്പൊ മാനേജർ പറയും ഈ ഒരു ഇത് നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് $2000 അതിന് പ്രതിഫലമായിട്ട് തരണം എന്ന് പറയും. അപ്പൊ അവര് വിചാരിക്കണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം, $2000 നമുക്ക് ഉണ്ടാക്കാം, ടിക്കറ്റ് ഒക്കെ വിറ്റിട്ട് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അവര് രാവും പകലും ഈ വിദ്യാർത്ഥികള് ഈ ഒരു $2000 അതായത് ഇതിന് ഈ ഒരു എമൗണ്ട് ഇവർക്ക് ഇതിനൊരു ലാഭവും കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇവര് രാവും പകലും പരിശ്രമിച്ചിട്ട് ഇങ്ങനെ ടിക്കറ്റുകൾ ഇങ്ങനെ വിറ്റോണ്ടിരിക്കണം. അങ്ങനെ ഇവര് ആ പ്രോഗ്രാമിന്റെ ദിവസം വന്നെത്തി, പ്രോഗ്രാമൊക്കെ അടിപൊളിയായിട്ടൊക്കെ നടന്നു. അപ്പൊ അതിനുശേഷം ഇവര് നോക്കുമ്പോ ഇവര് ടിക്കറ്റ് ഒക്കെ വിറ്റിട്ട് പിരിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഫണ്ട് നോക്കുമ്പോ ഇയാൾക്ക് കൊടുക്കാനുള്ളത് പോലും തികയുന്നില്ല, ഈ ഒരു പിയാനിസ്റ്റിന് കൊടുക്കാനുള്ള പൈസ പോലും തികയുന്നില്ല. $1600 അവർക്ക് അങ്ങനെ പിരിച്ചു കിട്ടിയത്. അപ്പൊ അവരാകനെ സങ്കടത്തിലാവണം, ഇനിയൊരു $400 കൂടെ എക്സ്ട്രാ കൊടുക്കാൻ വേണം. ഇവർക്ക് യാതൊരു ലാഭം, ഇവര് വിചാരിച്ചത് ഈ ഒരു ഒരുപാട് ടിക്കറ്റ് വിട്ട് അതിൽ നിന്ന് ലാഭവും കിട്ടും, ഇവർക്കും ചെലവിന് കൊടുക്കാം, പിന്നെ അവർക്ക് അതിന്റെ ലാഭവും കിട്ടുന്നതാണ്, അങ്ങനെ ഫീസ് അടയ്ക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇവര് ആകെ വിഷമിച്ച് ഇങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചിട്ട് ഇവര് വിചാരിക്കാണ് ഈ പിയാനിസ്റ്റിനോട് തന്നെ ഈ ഒരു കാര്യം തുറന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇവരുടെ സങ്കടങ്ങള്, അവസ്ഥകള്, ഫീസ് അടയ്ക്കാൻ കഴിയാത്തത്, അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതെന്നൊക്കെ ഇയാളോട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ഇത് കേൾക്കുമ്പോ ഇയാൾക്ക് ഇവരോടൊരു എമ്പതി ഉണ്ടാവണം. അപ്പൊ അങ്ങനെ ഇവര് പറയും സർ ഞങ്ങൾക്ക് ഇത്രയും പൈസ തരാനില്ല, $2000 തരാനായിട്ട് ഞങ്ങളിൽ ഉണ്ടാവില്ല, $1600 അതിന് തിരിച്ച് കിട്ടിയത്. അപ്പൊ $1600 സർ ഞങ്ങൾ തരാം, ബാക്കി $400 ചെക്ക് തരാൻ വേണ്ടി ഇവരൊരു പിന്നീട് തരാൻ വേണ്ടി ചെക്ക് കൊടുക്കണം. അപ്പൊ ഈ ചെക്ക് കൊടുക്കുമ്പോ ഈ പിയാനിസ്റ്റ് പാഡറസ്കി എന്താണ് ഈ ചെക്ക് കീറിക്കളഞ്ഞിട്ട് അവരോട് പറയണം നിങ്ങള് എന്താണ് ഈ ഒരു പൈസ എനിക്ക് തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ ആ ടിക്കറ്റ് വിറ്റിട്ട് നിങ്ങൾക്ക് കിട്ടിയ പൈസ നിങ്ങളുടെ ചെലവിന് നിങ്ങൾക്ക് എത്ര ചെലവ് ഇതിന് വന്നു എന്നുള്ളത് എടുക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീസും അടയ്ക്കാം, അതിനുശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് തന്നാ മതി എന്ന് പറയും. അപ്പൊ ഇത് കേൾക്കുമ്പോ ആ വിദ്യാർത്ഥികൾ ഞെട്ടിപ്പോണ്, കാരണം തീരെ ഒരു അപരിചിതനായിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ ആള് ചെയ്തിട്ടുള്ള ആ ഒരു പ്രോഗ്രാമിന്റെ പൈസ പോലും വാങ്ങിക്കാണ്ട്
അല്ലെങ്കിൽ തീരെ ഒരു പൈസ അതിൽ നിന്ന് എടുക്കാണ്ട് ഇവരുടെ ചെലവുകളും ഫീസും അടിച്ചതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് തന്നാ മതി എന്ന് പറയുന്നു. അപ്പൊ ഇവരങ്ങനെ ഞെട്ടിപ്പോണം. അങ്ങനെ അത് അങ്ങനെ ഒരു സംഭവം. അത് കഴിഞ്ഞ് കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ പാഡരവസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ആള് പോളണ്ടിലെ പ്രൈം മിനിസ്റ്റർ ആവണം. ഇയർ എനിക്ക് കറക്റ്റ് അറിയില്ല. അതായത് ഫസ്റ്റ് വേൾഡ് വാറിനൊക്കെ ശേഷം കേട്ടോ പോളണ്ടിലെ പ്രൈം മിനിസ്റ്റർ ആവണം പാഡരവസ്കി, ഇഗ്നാസി പാഡരവസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. അങ്ങനെ ആ സമയത്ത് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പൊ ആള് ഒരു നല്ലൊരു നേതാവ് തന്നെയായിരുന്നു പാഡരവസ്കി. പക്ഷെ നല്ലൊരു ലീഡർ തന്നെയായിരുന്നു. പക്ഷെ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പോളണ്ടില് ഭയങ്കരമായിട്ട് എന്താണ് ദാരിദ്ര്യം വന്നു. പട്ടിണിയും പരിവട്ടായിരുന്നു അവിടുത്തെ ആൾക്കാർക്ക്. കഴിക്കാൻ ഫുഡോ മരണങ്ങളും ഒക്കെ ഭയങ്കര ക്ഷാമം പിടിപെട്ടു. ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു അത്. അപ്പൊ ഈ പാഡരവസ്കി എന്ത് ചെയ്യണം, ആൾക്കൊണ്ട് ആളുടെ ഖജനാവില് ഈ ഫുഡിനുള്ള പൈസയൊന്നും ഇല്ല. എല്ലാം കുറെ നഷ്ടങ്ങളും വന്നു. ആളുകൾ ഇങ്ങനെ ഭക്ഷണം ഇല്ലാണ്ട് ഇങ്ങനെ മരിക്കാൻ തുടങ്ങി. അപ്പൊ ആ സമയത്ത് പാഡരവസ്കി US ഫുഡ് ആൻഡ് റിലീഫ് അഡ്മിനിസ്ട്രേഷനെ സമീപിക്കുകയാണ്. ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് അവരെ സമീപിക്കുകയാണ്. അങ്ങനെ ഈ US ഫുഡ് ആൻഡ് റിലീഫ് ഈ അഡ്മിനിസ്ട്രേഷന്റെ തലവൻ എന്ന് പറയുന്നത് ഹെർബർട്ട് ഹൂവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. ഹെർബർട്ട് ഹൂവർ. അപ്പൊ പാഡരവസ്കി നേരിട്ട് ചെന്നിട്ട് ആളടുത്ത് പറയുന്നത് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ്, ഞങ്ങൾക്ക് ഫുഡ് വേണം എന്ന് പറയുന്ന ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു പറയുമ്പോൾ ഹെർബർട്ട് ഹൂവർ പറയണ അതിനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാന്ന് പറയണ. എന്നിട്ട് ഹെർബർട്ട് അങ്ങനെ പറയണ നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോന്ന് ചോദിക്കണം പാഡരവസ്കിനോട്. ഈ ഹെർബർട്ട് ഹൂവർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടെന്ന് ചോദിക്കണം. അപ്പൊ ആൾക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടണില്ല. അപ്പൊ പറയണ നിങ്ങൾ പണ്ട് ഇങ്ങനെ ഒരു ക്യാമ്പസില് ഫീസ് അടിക്കാനായിട്ട് പൈസ ഇല്ലാണ്ട് 2 വിദ്യാർത്ഥികൾ പ്രോഗ്രാം നടത്തി. അതിലൊരു വിദ്യാർത്ഥിയാണ് ഞാൻ. എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി എനിക്ക് എന്റെ ലൈഫിൽ എന്നൊരു വലിയൊരു ഹെൽപ്പാണ് താങ്കൾ എനിക്ക് ചെയ്തത്. അപ്പൊ എനിക്ക് തിരിച്ച് ഇത്രയൊന്നും ചെയ്താൽ പോരാ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫുഡ്, ടൺ കണക്കിന് ഫുഡ് എന്താണ് ഇത് ഈ പോളണ്ടിലേക്ക് വണ്ടി കയറ്റാണ്. അപ്പോ ഈ നമ്മൾ പറഞ്ഞിട്ട് ഈ ഹെർബർട്ട് ഹൂവർ എന്ന് പറയുന്നത് US-ന്റെ 31st പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ ഇത് ഇവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോറി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെസിപ്രോസിറ്റി ആണല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഒരാള് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എന്താണ് ഒരു അവസരം വന്നപ്പോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ തിരിച്ച് ആൾ തന്നെ ആ ഒരു കാര്യം ഓർത്തുകൊണ്ട്, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഓർത്തുകൊണ്ട് തിരിച്ച് ഒരു ഹെൽപ്പ് ചെയ്യാണ്. അപ്പൊ ഇതാണ് അപ്പൊ മനുഷ്യന്മാരിൽ ഇങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു മനോഭാവം, അതിനെയാണ് സൈക്കോളജിയില് ഈ പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ്. ഇനി അടുത്തത് ബൂമറാഗ് ഇഫക്റ്റ് എന്ന് പറയും. ബൂമറാഗ് ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു സൈക്കോളജി ടേം ഒന്നല്ലാണ് പറയുന്നത്, പക്ഷെ അതൊരു കോൺസെപ്റ്റ് ആണ് ബൂമറാഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ബൂമറാഗ് എന്താന്ന് അറിയോ ആർക്കെങ്കിലും? ബൂമറാഗ് എന്താ സാധനം എന്ന് അറിയോ? അതിങ്ങനെ തൊടുത്തു വിട്ടാൽ അത് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരും. അതെ അതെ അതെ, അതൊരു ആയുധമാണ് അല്ലെ. പണ്ട് കാലത്തൊക്കെ, ഒരുപാട് പണ്ട് കാലത്തൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ആയുധമാണ് അത്. അതായത് അത് നമ്മള് എറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചു വരും. അതാണ് ഈ ബൂമറാഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഇഫക്റ്റിന് ബൂമറാഗ് ഇഫക്റ്റ് എന്ന പേര് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു പ്രപഞ്ച നിയമമാണ്. അതായത് നമ്മൾ ഈ പ്രപഞ്ചത്തേക്ക് എന്താണോ കൊടുക്കുന്നത്, നന്മയാവട്ടെ തിന്മയാവട്ടെ, അത് ഏതെങ്കിലും രീതിയിൽ നമ്മൾക്ക് തന്നെ തിരിച്ചു വരുന്നുള്ള ഒരു പ്രപഞ്ച നിയമം. നമ്മൾ കർമ്മ എന്നൊക്കെ പറയാറുണ്ടല്ലേ. എന്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇതിനനുസരിച്ചായിരിക്കും നമ്മൾക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുക. അത് അപ്പൊ തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. ഏതെങ്കിലും ഒരു അവസരത്തില് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് അത് വേറൊരു രൂപത്തില് നമുക്കത് തിരിച്ചെന്തായാലും കിട്ടും എന്നുള്ള ഒരു അങ്ങനെയാണെന്നാണ് പ്രപഞ്ച നിയമമാണ് ഈ ബൂമറാഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതാണ് ബൂമറാഗ് എന്നൊരു പേര് വന്നത്. അതായത് നമ്മളൊരു സാധനം എറിഞ്ഞു കഴിഞ്ഞാല് അത് തിരിച്ച് നമ്മൾ എന്താണ് ഈ ലോകത്തിലേക്ക് കൊടുക്കണേ, പ്രപഞ്ചത്തിൽ കൊടുക്കണേ, അത് നമുക്ക് തിരിച്ചെന്തായാലും കിട്ടുമെന്നുള്ളതാണ്. അത് നമുക്ക് നന്മയായിക്കോട്ടെ തിന്മയായിക്കോട്ടെ, നമുക്ക് നമ്മുടെ വാക്കുകൾ,
നല്ല വാക്കുകൾ, നമ്മുടെ പെരുമാറ്റം, അതുപോലെ നമ്മുടെ പ്രവൃത്തികള്, നമ്മുടെ അറിവ്, പണം, സ്നേഹം, നന്മ എല്ലാം നമ്മൾ കൊടുക്കുന്നത് എന്ത് സാധനം നമുക്ക് ഒരിക്കലും നമുക്ക് എന്താണ് നമ്മുടെ നന്മകൾ ഒരിക്കലും നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നഷ്ടാവില്ല എന്നുള്ളതാണ്. പ്രപഞ്ചം അതിന്റെ ആ ഒരു ഇതിൽ കണക്ക് പുസ്തകത്തിൽ അത് ഉണ്ടാവും എന്നുള്ളതാണ്. നമുക്കത് ഏതെങ്കിലും വഴി കൂടെ നമുക്ക് ആ ഒരു ഇത് തിരിച്ച് ചെറുതാവട്ടെ വലുതാവട്ടെ നമുക്കത് തിരിച്ച് കിട്ടുന്നുള്ളതാണ് ഈ ഒരു ബൂംബരാഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതിപ്പോ നമുക്കൊരു ദേഷ്യമാണ് നമ്മൾ പ്രപഞ്ചത്തേക്ക്, അല്ലെങ്കിൽ നമ്മളൊരു തിന്മ അല്ലെങ്കിൽ വെറുപ്പാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഏതെങ്കിലും വഴി കൂടെ നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ് ഉള്ള ഒരു പ്രപഞ്ച നിയമം ആണ് ഈ ബൂംബരാഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ന്യൂട്ടൺസിന്റെ തേർഡ് ലോ ഇല്ലേ, ആക്ഷൻ തിയറീസ്, ആ ഒരു തേർഡ് ലോ, ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ ഇതിന്റെ ആ ഒരു ഇതാണ്. അപ്പൊ ഇതിന് ഒരു ചൈനീസ് പ്രോവർബ് ഉണ്ട്, ലൈഫ് ഈസ് എൻ എക്കോ, വാട്ട് യു സെൻഡ് ഔട്ട് കം ബാക്ക്. അതായത് ലൈഫ് എന്ന് പറയുന്നത് ഒരു എക്കോ ആണ്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തിരിച്ച് നമുക്ക് വരുന്നുള്ളതാണ്. അപ്പോ നമ്മള് ചിലപ്പോ വിചാരിക്കുമല്ലേ, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുമോ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം, ഞാൻ ഇത്രയും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ യാതൊരു പ്രതിഫലേച്ഛയും ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള്, നന്മകള് എപ്പോഴെങ്കിലും നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് ഒരു തണലായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോ ഇതിനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു സ്റ്റോറി കൂടെ പറഞ്ഞിട്ട് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കണം. ബൂംബരാഗ് ഇഫക്റ്റ് എന്തായിരിക്കും മനസ്സിലായല്ലോ. അതായത് നമ്മൾ കർമ്മ എന്നൊക്കെ പറയുന്ന സംഭവം, നമ്മൾ വേൾഡിലേക്ക് എന്താണോ കൊടുക്കുന്നത് അത് ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് തന്നെ അത് തിരിച്ച് എത്തും എന്നുള്ളതാണ്. അപ്പോ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഒരു ഗ്രാമത്തിൽ അവരിങ്ങനെ ഒരു റൊട്ടി ഉണ്ടാക്കി വിൽക്കലായിരുന്നു അവരുടെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ഇവര് നന്നായിട്ട് നല്ല ടേസ്റ്റിലൊക്കെ ഇവരിങ്ങനെ റൊട്ടി ഉണ്ടാക്കുമായിരുന്നു. രാവിലെ തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള വിൽക്കാനായിട്ടുള്ള റൊട്ടി ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഇവര് ചെയ്യുന്ന വേറൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൊട്ടി ഇവരുണ്ടാക്കുമ്പോൾ ഇവരുടെ ആവശ്യത്തിന് കാര്യങ്ങൾക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഒരു റൊട്ടി ഇവര് എപ്പോഴും എല്ലാ ദിവസവും രാവിലെ ഇവരുടെ പടിപ്പുരയിൽ കൊണ്ടുവെക്കും. അതായത് ആർക്കെങ്കിലും വിശക്കുന്നവർക്കോ ആവശ്യമുള്ളവർക്കോ കഴിക്കാന്ന് വെച്ചിട്ട് ഇവരുടെ പടിപ്പുരയിൽ ഇവർ കൊണ്ട് വെക്കും. അങ്ങനെ ഇവര് ഒരു ദിവസം ഒരു റൊട്ടി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പടിപ്പുരയിൽ കൊണ്ട് വെക്കണം. ആ സമയത്ത് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയിരിക്കുന്ന സമയത്ത് ഒരു സന്യാസി വരുന്നു. അങ്ങനെ ഈ സന്യാസി വന്നിട്ട് ഈ റൊട്ടി എടുക്കണം. എന്നിട്ട് ഇവരോട് പറയണു, നിങ്ങൾ ചെയ്ത നന്മയ്ക്കുള്ള പ്രതിഫലം നിങ്ങൾക്ക് നന്മയായിട്ട് തന്നെ തിരിച്ചു വരും എന്നുള്ളത് ഈ സന്യാസി പറഞ്ഞിട്ട് ഈ സന്യാസി പോകും. അങ്ങനെ ഇവർക്ക് അത് കാണുമ്പോൾ ഇവര് ഭയങ്കര സന്തോഷത്തോടെയാണ് അത് ചെയ്യുന്നത്. സന്തോഷത്തോടെ സംതൃപ്തിയോടും കൂടിയിട്ടാണ് ഇവര് ഇത് ചെയ്യുന്നത്, തുടക്കത്തിലേക്ക് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഈ സന്യാസി പിറ്റേ ദിവസം വരാൻ തുടങ്ങി. അങ്ങനെ വന്നിട്ട് ഈ റൊട്ടി എടുക്കും. കറക്റ്റ് ഈ റൊട്ടി വെക്കണ ടൈമിൽ സന്യാസി അവിടെ എത്തും. എല്ലാ ദിവസവും അതൊരു സ്ഥിരമായി റൊട്ടി വെക്കണ കറക്റ്റ് ടൈമിൽ സന്യാസി അവിടെ എത്തും. സന്യാസി ആ റൊട്ടി എടുത്തിട്ട് പറയും, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന നന്മക്ക് നിങ്ങൾക്കത് നന്മയായിട്ട് തന്നെ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞിട്ട് ആള് സ്ഥലം വിടും. അപ്പൊ ഇതൊരു സ്ഥിരം കുറെ നാളിങ്ങനെ സ്ഥിരം പരിപാടി ആയിരുന്നു. കറക്റ്റ് ടൈമിൽ എത്തുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നു. വേറെ ഇവരോടൊരു നന്ദി വാക്കോ അല്ലെങ്കിൽ ഇവരോടൊരു എന്തെങ്കിലും ഇവർക്കൊരു അംഗീകാരം ഒന്നും കിട്ടണില്ല ഈ സ്ത്രീക്ക്. കുറെ നാളായിട്ട് ഇവർക്കൊരു മടുപ്പ് തോന്നുന്നു, ഇവർക്കൊരു നീരസം തോന്നുന്നത്. ഈ സന്യാസി കറക്റ്റ് ടൈമിൽ എത്തുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നു, ഒരു നന്ദി വാക്ക് പോലും പറയുന്നില്ല എന്നൊക്കെ ഇവർക്ക് അങ്ങനെ ഒരു തോട്ട് വരും. അപ്പൊ ഇവര് വിചാരിക്കണം, അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തില്, നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യില്ല. അപ്പൊ അങ്ങനത്തെ ആ ഒരു ദേഷ്യത്തിൽ ഇവര് വിചാരിക്കണം, ഈ റൊട്ടിയില് ഇനി സന്യാസി അടുത്ത ദിവസം വരുമ്പോ ഇവര് ഇതിലൊരു വിഷം കലർത്താന്ന് വിചാരിക്കും. അങ്ങനെ ഇവരതില് എന്താണ് വിഷം കലർത്തി വെച്ചിട്ട് ആ ഒരു റൊട്ടി പടിപ്പുരയിൽ കൊണ്ടുവെക്കും. അപ്പൊ ആ സമയത്ത് ഈ സന്യാസി നടന്ന് വരുന്ന കാണുമ്പോൾ ഇവർക്ക് ഒരു മനസ്സാക്ഷി ഒരു ഇതുണ്ടാവണം. അപ്പൊ ഞാനിത് ചെയ്യണത് ശരിയല്ലല്ലോ എന്നുള്ള ഒരു മനസ്സാക്ഷിക്കുത്ത് ഇവർക്ക് ഉണ്ടാവണം. അപ്പൊ ഇവര് വേഗം ആ ഒരു റൊട്ടി സന്യാസി അത് എടുത്തു. ആ റൊട്ടി അവരെന്ന് വാങ്ങിയിട്ട് സന്യാസിന്ന് വാങ്ങിയിട്ട് നല്ലൊരു റൊട്ടി കൊണ്ട് കൊടുക്കണം. അപ്പോഴും സന്യാസി പറയണ, നിങ്ങൾ ചെയ്യുന്നതിനുള്ള നന്മ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന് പറയുന്നത്. അങ്ങനെ വീണ്ടും കുറെ ദിവസം ഇങ്ങനെ തന്നെ റൊട്ടി വെക്കുന്നു, സന്യാസി വരുന്നു.
അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ തുടർന്നു. അങ്ങനെ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ സന്യാസിനെ പിന്നെ തീരെ വരണില്ല. അങ്ങനെ ഇവരിങ്ങനെ വിചാരിക്കും എന്തെന്തായിരിക്കും ഇയാള് വരാത്തോന്നൊക്കെ ഇങ്ങനെ ഈ സ്ത്രീ ഇങ്ങനെ ചിന്തിക്കും. പിന്നെ അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോ വാതിലിൽ ആരോ വന്ന് മുട്ടണ് ഇവരുടെ വാതിലിന്. അപ്പൊ ഇവര് വാതില് തുറന്ന് നോക്കുമ്പോ ഇവരുടെ മകനാണ്. അപ്പൊ ഈ മകൻ ഏതോ ഒരു ദൂര സ്ഥലത്തൊരു ജോലിക്ക് പോയിക്കായിരുന്നു. അങ്ങനെ ജോലിക്ക് പോയിട്ട് അവിടെ എന്തോ കലാപങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ മകൻ അവിടെ നിന്ന് അതിന് ഭയങ്കര ആവശ്യമായിട്ടുള്ള നിലയിലാണ് ഈ മകൻ നിൽക്കുന്നത്. ശരീരത്തിലൊക്കെ ഒരുപാട് മുറിവുകളുണ്ട്, മനസ്സും ശരീരമൊക്കെ ഭയങ്കരമായിട്ട് തളർന്ന രീതിയിലാണ് മകൻ വന്ന് നിൽക്കുന്നത്. അപ്പൊ അമ്മ ചോദിക്കണ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറയണ അവിടെ ജോലി സ്ഥലത്തൊക്കെ എന്തോ കലാപങ്ങളൊക്കെ ഉണ്ടായി, അപ്പൊ കുറച്ച് ദിവസമായിട്ട് കലാപങ്ങളാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ആരും കാണാണ്ട് രക്ഷപ്പെട്ട് പോരായിരുന്നു. അപ്പൊ വീട്ടിലേക്ക് പോരുന്ന വഴിയിൽ ഞാൻ കുറെ കഷ്ടപ്പെട്ട്, എനിക്ക് കഴിക്കാൻ ഭക്ഷണമോ ഒന്നും ഇല്ലാണ്ടൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ വഴിയിൽ നിന്ന് പറയുന്നു. അപ്പോ ഈ അമ്മ എന്നിട്ട് കാര്യങ്ങൾ പിന്നെയും കഥകൾ പറയണം, മകൻ കഥകൾ പറയണം. ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ആകെ തളർന്ന് ഒരു ഭക്ഷണമോ വെള്ളമോ ഒന്നും കിട്ടാണ്ടും, പിന്നെ എന്റെ ദേഹത്തിലൊക്കെ ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അവിടെ നിന്ന് ആ ഒരു കലാപത്തില്. അപ്പൊ അതെല്ലാം ഇതാക്കി ഞാൻ വരുന്ന സമയത്ത് എനിക്കൊരു സഹായമായിട്ട് ഒരു സന്യാസിയാണ് എന്നെ സഹായിച്ചത്. ആ സന്യാസി അവരുടെ കുടിലേക്ക് എന്നെ കൊണ്ടുപോയി. എന്നിട്ട് എനിക്കുള്ള ശുശ്രൂഷകളൊക്കെ തന്ന്, എന്റെ ആരോഗ്യം മെച്ചപ്പെടാനായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ തന്ന്. പിന്നെ എല്ലാ ദിവസവും ഈ ഒരു സന്യാസി രാവിലെ പുറത്തേക്ക് പോയിട്ട് വരുമ്പോ ഒരു റൊട്ടിയായിട്ട് തിരികെ വരും. തിരികെ വന്നിട്ട് എനിക്ക് കഴിക്കാനായിട്ട് എല്ലാ ദിവസവും ഈ ഒരു റൊട്ടി കൊണ്ടുവരും. അപ്പൊ ആ റൊട്ടി കഴിക്കുമ്പോ എനിക്ക് എന്റെ അമ്മേനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം അമ്മയുടെ അതേ കൈപ്പുണ്യം, അമ്മ ഉണ്ടാക്കുന്ന അതേ റൊട്ടിയുടെ അതേ രുചിയാണ് ആ റൊട്ടിക്ക് ഉള്ളത്. അപ്പൊ എനിക്കത് കഴിക്കുമ്പോ ഭയങ്കര സന്തോഷം. അങ്ങനെ എന്റെ ഹെൽത്ത് ഒക്കെ കുറെ ഓക്കെ ആയി വന്നു. അപ്പൊ ആ സന്യാസി തന്നെയാണ് എന്നെ ഇവിടേക്ക് വീട്ടിലേക്ക് വിട്ടത് അമ്മ. അപ്പൊ അമ്മ അത് കേൾക്കുമ്പോ അമ്മ അങ്ങനെ പൊട്ടിക്കരയാണ്. അപ്പൊ ഇവര് ആലോചിക്കണം, ഇവര് ഈ സന്യാസിനോടുള്ള ആ ഒരു നീരസം കാരണം കൊണ്ട് ആദ്യം ഇവര് സന്തോഷത്തോടെയും സംതൃപ്തിയോടും കൂടിയൊക്കെ റൊട്ടി കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഇവർക്ക് അതിന് തിരിച്ചൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നിയപ്പോ ഇവരതില് വിഷം കലർത്താൻ വിചാരിച്ചല്ലേ. അപ്പൊ കലർത്തി. അപ്പൊ അത് അവരുടെ മകന് ആയിരുന്നു കഴിച്ചിരുന്നെങ്കിൽ അവർക്ക് അവരുടെ മകനെ നഷ്ടപ്പെടുമായിരുന്നു. അപ്പൊ അത് ഓർത്തപ്പോ അമ്മക്ക് കരച്ചില് വന്നു. അപ്പൊ അമ്മ മകനോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അപ്പൊ ഇതാണ് ബൂമറാങ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു കാര്യം നമ്മൾ ഈ കൊടുക്കുന്നത് നമുക്ക് ഏതെങ്കിലും വഴി കൂടെയൊക്കെ നമ്മൾക്കോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ തിരിച്ച് കിട്ടും എന്നുള്ളതാണ് ബൂമറാങ് ഇഫക്റ്റ് പറയുന്നത്. അപ്പൊ ഈ ഒരു 3 കാര്യങ്ങളാണ് ഓൾട്രൂയിസം, റെസിപ്രോസിറ്റി ആൻഡ് ബൂമറാങ് ഇഫക്റ്റ്. അപ്പോ ഇതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫീഡ്ബാക്കുകളൊക്കെ പറയാം, അല്ലെങ്കിൽ ഇതുപോലെ എക്സ്പീരിയൻസുകളൊക്കെ ലൈഫിൽ സ്റ്റോറീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് സർ. അടിപൊളി ഒരു സെക്ഷനായിരുന്നു. അതോടൊപ്പം കുറെ ചിന്തിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ ഒന്ന് പറയുന്നത്, ഈ കഥ വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു കഥയാണ്. കാരണം എൻ്റെ ജീവിതവുമായി ഞാൻ ചിന്തിച്ചു പോയി നിമിഷം. നമ്മൾ ഇപ്പം മാം പറഞ്ഞ പോലെ അവസാന ബൂമറാങ് എഫക്റ്റ് പോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നവരല്ലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞാൽ ഞാൻ നാട്ടിലൊക്കെ ഓരോരുത്തരെ സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് എന്നെ സഹായിച്ചത് വേറെ രാജ്യക്കാരാണ്, ആരും അറിയാത്തവരാണ്. ഭാഷ പോലും വ്യത്യസ്തമായ ആൾക്കാരെന്നെ ഒത്തിരി പല രീതിയിൽ, ഞാൻ ഒറ്റപ്പെട്ട സമയങ്ങളില്, വഴിതെറ്റിയ സമയങ്ങളില് ഒക്കെ എന്നെ കൂടുതലായി സഹായിച്ചിട്ടുണ്ട് ആൾക്കാർ. അത് ഞാൻ പറഞ്ഞേ, നമ്മൾ ചെയ്യുന്നതിന് പ്രതിഫലം നമുക്ക് അവരിൽ നിന്നല്ലായിരിക്കും, വേറെ ആൾക്കാരിൽ നിന്ന് ഈശ്വരൻ അല്ലെ ദൈവം നമുക്ക് വഴി കാണിച്ച്. ഞാൻ ഒരു ദിവസം ഞാൻ വഴി തെറ്റിയെന്ന് പറയാൻ കാരണം, ജോലി കഴിഞ്ഞ് എനിക്ക് അറിയില്ലായിരുന്നു അതൊരു ബസ് സ്റ്റോപ്പ്. ഞാൻ വിചാരിച്ചു 3 ബസ് കയറി, ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് 3 ബസ് കയറി വേണം പോകാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇറങ്ങിയിടത്തുനിന്ന് തന്നെ കയറിയാൽ മതിയെന്ന് വിചാരിച്ചു.
അപ്പം രാത്രി 11:30 എൻ്റെ ജോലി കഴിഞ്ഞപ്പം ഞാൻ അവിടെ നിന്നിട്ട് എനിക്കൊരു ബസ്സും ഒന്നും വരുന്നില്ല. പിന്നാണ് എനിക്ക് 1 മണിക്കൂർ നിന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതുവഴി ബസ് വരത്തില്ല. ഇനി വേറെ വഴി കൂടി അവരൊക്കെ കൊണ്ടിടക്കത്തേ ഉള്ളൂ. വേറെ സ്റ്റോപ്പിൽ ചെന്നാലേ ബസ് കിട്ടത്തുള്ളൂ. അങ്ങനെ ഞാൻ പതുക്കെ നടന്നു. ഹൈവേ ആണ്, വണ്ടികൾ ചീറിപ്പായുന്നു. എനിക്ക് ഇരുട്ടാണ്, പേടി തുടങ്ങി. എന്ത് ചെയ്യും? ആദ്യമായിട്ട് ഞാൻ വന്ന സമയമാണ്. അപ്പൊ ഞാനൊരു സിഗ്നലിൽ വണ്ടി നിർത്തിയ സമയത്ത് ഓടി അവിടെ ചെന്ന് ഒരു കാറിന്റെ ഡോറ് ഞാൻ നോക്ക് ചെയ്ത് ഞാൻ പറഞ്ഞു, എനിക്ക് വഴി തെറ്റി, എന്നെ ഒരു ബസ് സ്റ്റോപ്പിൽ വരെ ഒന്ന് ആക്കാമോ എന്ന്. അപ്പം സിഗ്നല് പെട്ടെന്ന് മാറും. അതിന് മുമ്പ് പുള്ളി പറഞ്ഞ് കയറിക്കോളാം. ഞാനൊന്നും നോക്കില്ല, ഞാൻ കയറി. അത് കഴിഞ്ഞ് ഞാൻ പേടിച്ചത്, എനിക്ക് അറിയാത്ത ഒരാളുടെ വണ്ടിയിലാണല്ലോ ഞാൻ കയറുന്നതെന്ന്. അവസാനം ഞാൻ പറഞ്ഞ എന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയാൽ മതി, ഞാൻ പൊയ്ക്കോളാം എന്ന്. ആ ഒരു പുള്ളി എന്നെ എൻ്റെ വീട്ടിൽ വരെ 1 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. പുള്ളി എന്നെ വീട്ടിൽ വരെ കൊണ്ടാക്കി. പക്ഷെ എൻ്റെ വീടിന്റെ 2-3 സ്റ്റോപ്പിനപ്പുറമാണ് ആ വ്യക്തി താമസിച്ചത്. Thank you, sir. Sharing your experience. Thank you so much. കട്ടായി പോയോ? Sorry, കട്ടായി പോയതാണോ? കേൾക്കുന്നില്ല ഒന്നും, പെട്ടെന്ന് കട്ടായെന്ന് തോന്നി. Sir, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കാം. ഇടയ്ക്കൊരു ഗ്യാപ്പ്. ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞ ആ വ്യക്തിയുടെ വീട് എൻ്റെ വീടിന്റെ 2-3 അപ്പുറമായിരുന്നു. എങ്കിലും ആ വ്യക്തി എന്നോട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, എബി, ഞാൻ ഇന്ന് നിന്നെ സഹായിച്ചു, ഇതുപോലെ നിനക്ക് ഒരു സാഹചര്യം വരുമ്പോഴും നീ മറ്റുള്ളവരെ സഹായിക്കണമെന്ന്. എനിക്ക് അതിൽ പുള്ളി എന്നെ കാശ് ഒന്നും വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞത് ഇത് പെട്ടെന്ന് ഞാൻ ഓർത്തു, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. മാം പറഞ്ഞ കഥയുമായിട്ട് എൻ്റെ ജീവിതത്തിൽ കുറെ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളെ സഹായിക്കുന്നത് മറ്റു പലരുമാണ്. അത് ഈശ്വരൻ മറ്റു പലരെയും നമ്മുടെ ജീവിതത്തിൽ ഒരുക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നവരൊന്നും അല്ലായിരിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you for sharing your experience. ഗുഡ് മോർണിംഗ്. സൂസൻ മാം, സോറി. അയ്യോ, അങ്ങനൊന്നും ഇല്ല. ആർക്കും പറയാലോ. ആരും പറയാത്തോണ്ട് ഞാൻ ആദ്യം ഒന്ന് തുടങ്ങിയിടുന്നുള്ളതേ ഉള്ളൂ. എനിക്ക് വെളി വരെ ഒന്ന് പോണം. പിന്നെ ഞാൻ ഇത് പെട്ടെന്ന് ഒരു ഇമോഷണൽ ആയി കഥ കേട്ടപ്പോ. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. അത് കേട്ടതിലും ഞങ്ങൾക്കും സന്തോഷം. നല്ല രീതിയിലെയും അൾട്രൂയിസവും റെസിപ്രോസിറ്റിയും ബൂമറാങ് ഇഫക്റ്റും ഒക്കെ നന്നായിട്ട് എടുത്തു കേട്ടോ. ഏതോ ഒരു ബുക്ക് വായിച്ചിട്ടാന്ന് പറഞ്ഞു. ഏത് ബുക്കായി വായിച്ചത്? അതുകൂടെ കേൾക്കാം. ഇതിന്റെ ഒരു ബുക്ക് ഉണ്ട് കേട്ടോ. അതിന്റെ ഓതറിന്റെ ആ ബുക്കല്ല ഞാൻ വായിച്ചത്. ഈ ബൂമറാങ് ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ നോക്കിയിരുന്നു. അത് ഓതർ എനിക്കറിയില്ല. ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറയാം. ഞാൻ ആ ബുക്കല്ല വായിച്ചത്, ഞാനിത് നെറ്റിൽ വായിച്ചതായിരുന്നു. ഓക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ ബുക്കിന്റെ കാര്യം മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ബൂമറാങ് ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. ഓക്കെ. ഞാൻ നോക്കിയിട്ട് ഈ അൾട്രൂയിസം റെസിപ്രോസിറ്റിയും ഒക്കെ നമ്മള് ഈ സൈക്കോളജിയില് പഠിക്കുന്നത് തന്നെയാണ് അറിയാവുന്നത്. പക്ഷെ ഇത് അറിയാവുന്ന കാര്യമാണെങ്കിലും ഇതിങ്ങനെ നല്ല മനോഹരമായിട്ട് ആ കഥകളിലൂടെയൊക്കെ പറഞ്ഞ് ആൾക്കാരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. വളരെ നല്ലതായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. ആ കഥ കേൾക്കാനല്ലെങ്കിലും യു ആർ വെരി ഗുഡ് അറ്റ് ടെല്ലിങ് സ്റ്റോറീസ്. അത് കേട്ടിരിക്കാൻ ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ഈ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി തന്നതിന്, എല്ലാവർക്കും ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരമൊക്കെ തന്നതിന് വലിയ സന്തോഷം. ഇനിയിപ്പം കൂടുതൽ നമ്മൾ കാണാറുണ്ട് ഇത് നമ്മുടെ ലൈഫിൽ, വളരെ നമ്മൾ ചിന്തിക്കാതെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ചെറുപ്പത്തിൽ തന്നെ ഈ കുഞ്ഞുങ്ങൾ അൾട്രൂയിസ്റ്റിക്കാന്ന് പറയും. കാരണം അവർക്കൊന്നും വേണ്ട. അവര് മറ്റുള്ളവർ, ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ ഈ പ്ലേ സ്കൂളിൽ ഇന്നലെ കണ്ടതാ, ഇന്നലെ ന്യൂസിനകത്ത് കണ്ടത്, കുഞ്ഞ് ആദ്യമായിട്ട് സ്കൂളിൽ വന്നിട്ട് ആ സെപ്പറേഷൻ ആങ്സൈറ്റി കാരണം ഭയങ്കര കരച്ചില്. അപ്പം 2 പിള്ളേർ അടുത്തിരുന്ന് കരയുകയാണ്. അപ്പം ഒരു കുട്ടി കരയുമ്പോൾ മറ്റേ കൊച്ച് അടുത്തിരുന്ന് ഈ കുട്ടിയുടെ കണ്ണിങ്ങനെ തുടച്ചു കൊടുക്കും. അപ്പം ദാറ്റ് ഈസ് നത്തിങ് ബട്ട് അൾട്രൂയിസം. യെസ്. കാരണം ദേ ഫീൽ ഫോർ ഇറ്റ്. മറ്റേ ആള് കരയുന്ന കണ്ടോണ്ട് ദേ ഫീൽ ഫോർ ഇറ്റ് ആൻഡ് ദേ ഡു ദാറ്റ്. സോ അൾട്രൂയിസം കുഞ്ഞുങ്ങൾക്കേ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. എനിവേ, നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് പേഴ്സണലി ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ബൂമറാങ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ അഭിചെറിയാൻ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മകളുടെ കാര്യത്തിൽ, അവള് പുറത്താണല്ലോ. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ വലിയൊരു പ്രശ്നത്തിൽ അവർ ചെന്ന് വിട്ടോ, ഇമിഗ്രേഷന്റെ കാര്യത്തിൽ. അപ്പം തിരിച്ചു പോരേണ്ട ഒരു സാഹചര്യമൊക്കെ
വേറെ മറ്റു മാർഗമൊന്നുമില്ല എന്നുള്ള ഒരു ഏറ്റവും അല്ലെ, നമ്മൾ പറയത്തില്ലേ കയറിന്റെ അവസാന അറ്റത്തെത്തി, പിന്നെ ഇനിയിപ്പോ ഒരു മാർഗവുമില്ല, തിരിച്ചു പോകുന്നതിലേ പറ്റത്തുള്ളൂ. അപ്പൊ ഇനി എന്ത് ചെയ്യും? അവളാണെങ്കിൽ പ്രഗ്നന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒത്തിരി കുറെ ബുദ്ധിമുട്ടി. അവസാനം കൊച്ചുണ്ടായി കഴിഞ്ഞിട്ടും ഈ പ്രശ്നം തീർന്നിട്ടില്ല. പക്ഷേ ബാബി ചെറിയാൻ പറഞ്ഞ പോലെ തന്നെ ആ രാജ്യത്തെ ആ നാട്ടിലെ ആൾക്കാർ ഇപ്പൊ ഇവിടെ ക്രൗഡ് ഫണ്ടിങ് പറയത്തില്ലേ, അവിടെ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ അവര് they they all came together through funding. They raised funds for them and ലോയറെ വെച്ച് വാദിക്കാൻ ഇതുണ്ടാക്കി കൊടുത്തു, കാശുണ്ടാക്കി അവര്. കാരണം ബിക്കോസ് ദേ കുഡന്റ് ഡു എനിത്തിങ്, നമുക്ക് ഇവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ അവസാനം അങ്ങനെ അവർ അതിനകത്തുനിന്ന് രക്ഷപ്പെട്ട് അവിടെ സെറ്റിൽ there. അപ്പം ശരിക്കും പ്രകൃതി നമുക്ക് വേണ്ടി മറ്റുള്ളവരിൽ കൂടി തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത നന്മകളോ മറ്റുള്ളവർ നമ്മുടെ വേണ്ടപ്പെട്ടവർ ചെയ്ത നന്മകളോ ഇതിനൊക്കെ ഒരു പ്രതിഫലം തീർച്ചയായിട്ടും ഉണ്ടാകും. ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും പ്രകൃതിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഇവർക്കൊക്കെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇഫക്റ്റ് ഉണ്ട്. മറ്റുള്ളവരെ ഇപ്പൊ ആരോ എഴുതി കാണിച്ചില്ലേ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ളത് എന്ന് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൂടി, എല്ലാവരുടെയും ലൈഫിൽ കൂടി ഉണ്ടാകാറുണ്ട്. അത് ഒരു നന്നായിട്ട് തന്നെ ക്ലാസ്സിൽ കൂടി എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിച്ചെടുത്തതിന് താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സൂസൻ മാം. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു ടോപ്പിക്ക്. പിന്നെ സൂസൻ മാം പറഞ്ഞ പോലെ കഥ പറയും നല്ല മിടുക്കുള്ളത് കാരണം നന്നായിട്ട് തന്നെ പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞങ്ങള് ട്രിവാൻഡ്രത്ത് ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ ഈ RCCയിലും അതുപോലെ SCTയിലും ഒക്കെ വരുന്നവർ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളടുത്ത് വരും ഇങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ അന്ന് ഈ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവരെ റിലേറ്റീവ്സോ നാട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ഈ ഹോസ്പിറ്റലിലാക്കി കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എൻ്റെ ഒരു ഫാമിലിയിൽ ഭയങ്കര ഡിസ്റ്റന്റ് ആയിട്ടുള്ള റിലേറ്റീവാണ്, എനിക്ക് പരിചയമൊന്നുമില്ല. എൻ്റെ ഉമ്മ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ അവര് വരുന്നുണ്ട്, ഒരു കുട്ടിക്ക് ഹാർട്ടിന് ചെറിയൊരു വാൽവ് ഉണ്ട്, അപ്പൊ അതിന് സർജറിക്ക് SCTയിൽ വരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് നമ്മള് അവരെ നല്ലപോലെ സഹായിച്ചിരുന്നു, എല്ലാ കാര്യവും ചെയ്തൊക്കെ കൊടുത്ത്. അപ്പൊ അവരിങ്ങനെ തിരിച്ചു പോകുന്നതിന് മുമ്പ് അവര് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞു, എന്താ പറയാ, എന്നും പ്രാർത്ഥന ഉണ്ടാവുന്ന. ഇപ്പോഴും അവര് കോണ്ടാക്ട് ചെയ്യാറുണ്ട് കേട്ടോ. 10 വർഷത്തോളമായി. 2015 ഈ കഥ നടക്കുന്നത്. 2016 ഞാൻ ഫസ്റ്റ് ടൈം US വരുന്നത്. അങ്ങനെ ഇവിടെ ആദ്യം വന്ന എയർപോർട്ടിൽ നിന്ന് വരുന്നത് ഷിക്കാഗോ ആണ്. എനിക്ക് ഒഹായിലേക്കാണ് പോകണ്ടേ. ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ഒരു സിം തരും, ഇവിടെ വന്നിട്ട് ആളെ വിളിക്കാനായിട്ട്. അങ്ങനെ ഞാന് ഒരു വെപ്രാളം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും, ഫസ്റ്റ് ടൈം വരുന്നല്ലേ. അങ്ങനെ ഞാന് എന്ത് ചെയ്തെന്ന് വെച്ചാല് സെക്യൂരിറ്റി ചെക്ക്ഔട്ട് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ എന്റെ ഫോൺ ഞാൻ അവിടെ വെച്ചുപോയി. ആ പെട്ടിയിൽ ഇടുമല്ലോ നമ്മള്, അതിനകത്ത് എന്റെ ഫോൺ വെച്ചു. ഫോൺ എടുക്കാൻ മറന്നുപോയി. അപ്പൊ ആ സിമ്മൊക്കെ അതിനകത്താ, വേറെ എന്തെങ്കിലും ഒന്നുമില്ല. അന്ന് കമ്പനിയിൽ തന്നൊരു $200 ഉണ്ട്, വേറെ ഒന്നുമില്ല. പുറത്തിറങ്ങി ബാഗ് എടുത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിൽ ഫോണില്ല. അപ്പൊ എനിക്ക് ആരെ കോണ്ടാക്ട് ചെയ്യേണ്ടെന്ന് അറിയില്ല. പിന്നെ ഇതിനൊരു പ്രശ്നമുണ്ട്, നമ്മള് ട്രാൻസിറ്റിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു കയറാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ആകെ കഷ്ടപ്പാട് വെപ്രാളപ്പെട്ടു, ഒന്നും ചെയ്യാനില്ല, ആരെയും വിളിക്കാനും പറ്റുന്നില്ല. 10 വർഷം മുമ്പാണ്. അപ്പൊ അന്ന് US എയർപോർട്ടിലൊക്കെ ആകെ ഫോൺ ചെയ്യാൻ സൗകര്യം ഉണ്ടായിരുന്നത് ഈ കോയിൻ ഇട്ട് വിളിക്കാൻ പറ്റുന്ന ഫോണാണ്, വേറെ ഫോണൊന്നുമില്ല. അങ്ങനെ ഒരു 1/4 മണിക്കൂർ ഓടി നടന്ന് കുറേ കഴിഞ്ഞപ്പം ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്റെ വെപ്രാളം കണ്ടിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ സംഗതി പറഞ്ഞു. അപ്പൊ അയാൾ എന്റെ പാസ്പോർട്ടൊക്കെ നോക്കിയിട്ട് വിസ ഡോക്യുമെന്റ്സ് ഒക്കെ ചോദിച്ചു. എന്നിട്ട് ആള് അവിടെയുള്ള ഒരു ഓഫീസറോട് സംസാരിച്ച് ഒരു 15-20 മിനിറ്റ്സ് ആളോട് സംസാരിച്ച് അയാളെ കൺവിൻസ് ചെയ്തു, ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്, തിരിച്ച് പുറത്തിറങ്ങുന്ന കൗണ്ടറിന്റെ അവിടെ പോകണം എന്ന് പറഞ്ഞ്. അങ്ങനെ അവരെന്നെ കൊണ്ടുപോയി അവിടെ എല്ലാം ചെക്ക് ചെയ്തു. ആ ഓഫീസറിന്റെ കൂടെ വന്ന് ഒരു 3/4 മണിക്കൂറത്തെ അധ്വാനത്തിന് ശേഷം ഫോൺ തിരിച്ചു കിട്ടി. മൊട്ടറോളയുടെ ഒരു ഫോണായിരുന്നു. ആ ഫോൺ ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ മാനേജറെ വിളിച്ച് സംസാരിച്ച്. അപ്പൊ ഞങ്ങനെ വൈഫിന്റെ അടുത്ത് പറയും, നമ്മൾ അന്നാ ചെയ്തതിന്റെ ഒക്കെ ആയിരിക്കും ഇപ്പൊ തിരിച്ച് കിട്ടുന്നതെന്ന്. ഏകദേശം 2 മണിക്കൂറാണ് എന്താന്ന് അറിയണ്ടേന്ന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പം മാം ഇപ്പൊ ഈ കഥ ഇങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ ഓർത്തു, അത് നല്ല സ്റ്റോറി ആയിരുന്നു.
പിന്നെ മാം നേരത്തെ പറഞ്ഞ പേര് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അതിനകത്ത് ഞാൻ പറഞ്ഞ എന്താ വെച്ചാല് ഈ ജെ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഈ പോളിഷ് നെയിം ആയിരിക്കും അത്. ഡബ്ല്യു എന്നൊക്കെ ഉള്ളത് പോളിഷ് അല്ലെങ്കിൽ റഷ്യൻ നെയിം. ഹ എന്നാണ് വായിക്കുക, അല്ല സോറി യാ എന്നാണ് വായിക്കുക. നമ്മൾ ജയേശുദാസ് എന്നാണ് എഴുതുക, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷെ അത് യേശുദാസ് എന്നാണ് വായിക്കുക. അതുപോലെ നമ്മള് ഹൊസെ എന്നാണ് പറയുക ഇവിടെ, ജോസ് എന്നല്ല, ഹൊസെ എന്നാണ് ജോസിന്റെ പ്രൊണൗൺസിയേഷൻ. അപ്പൊ നേരത്തെ മാം പറഞ്ഞതും യാ എന്നാണ് അതിന്റെ പ്രൊണൗൺസിയേഷൻ എന്നാണ് പറഞ്ഞത്. എന്തായാലും അടിപൊളി സെഷൻ, അടിപൊളി കഥകൾ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു റസ. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. മോർണിംഗ് സാർ. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ നല്ലത് കൊടുത്താൽ നല്ലത് കിട്ടും, സംശയമൊന്നുമില്ല. ഞങ്ങള് പഠിക്കുന്ന സമയത്തൊക്കെ വളരെ പ്രയാസത്തിലൊക്കെയാണ് പഠിച്ചത്, ഞാനും എൻ്റെ ബ്രദറും ഒക്കെ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു ഞങ്ങളുടെ ബന്ധുക്കളെ തന്നെയാണ് ഒരു വീടുണ്ടായിരുന്നു. അവിടെ ബന്ധുക്കളായിട്ട് ഒരു അച്ഛനും അമ്മയും ഒരു 1, 2, 5 മക്കള്. അപ്പൊ ഞങ്ങള് പ്രയാസത്തിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ നല്ലോണം പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പൊ പഠിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്കൊക്കെ ഞങ്ങളോട് ഇഷ്ടമായിരുന്നു, സ്നേഹമായിട്ടൊക്കെ എല്ലാവരും ഞങ്ങൾക്ക് പെരുമാറുന്നു. പക്ഷെ ഈ വീട്ടുകാർ മാത്രം, എതിർവശത്ത് ആ വീട്ടുകാർ മാത്രം നമുക്ക് എന്തെല്ലാം ദ്രോഹം ചെയ്യാവോ ആ ദ്രോഹങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ നമ്മൾ പഠിക്കുന്നതന്നെ പിന്നെ എന്തെല്ലാം ശല്യം ഉണ്ടാക്കുക, അതെല്ലാം അവർ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇതുപോലെ ജോലി സംബന്ധമായിട്ട് പിന്നെ പഠിച്ച് ജോലി, എൻ്റെ ബ്രദർ ഡോക്ടറേറ്റ് ആളാണ്, ഞാൻ ഡോക്ടറായി. അപ്പം അങ്ങനെ ഞങ്ങളൊക്കെ നല്ല നിലയിലായി. ഈ വീട്ടിലെ ആകെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ട് അത് അവിടുത്തെ ഇളയ ആള് ഒരു അപകടത്തിൽപ്പെട്ട് ഇതൊക്കെ ആയി, യാത്ര ചെയ്യാനൊക്കെ അതൊക്കെ ആയി. അവസാനം ആ വീട് ഇങ്ങനെ താമസമൊന്നും ഇല്ലാതെ ഇങ്ങനെ നശിച്ചിങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ടിങ്ങനെ അടർന്ന് വീണ് പോകുന്ന ഒരു കാഴ്ച കാണേണ്ട സാഹചര്യം വന്നു. അപ്പൊ ഞാനിങ്ങനെ വൈഫിൻ്റെ ഒക്കെ പറയുമായിരുന്നു. വൈഫിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു, ഇതുപോലെ പിന്നെ കൊടുക്കുന്നത് തിരിച്ചു കിട്ടും എന്നുള്ളത് സംശയമൊന്നും വേണ്ട. നമ്മളെ ആരെങ്കിലും നല്ല രീതിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നല്ല രീതിയിൽ തന്നെ കിട്ടും. ഒരുപാട് ഇത്രയും ജീവിതത്തിനകത്ത് വെച്ചിട്ട് പിന്നെ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ആ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കാര്യത്തിനും നമുക്ക് മുട്ടുവരില്ല. അതാണ് അതിൻ്റെ അത് ശരിക്കും ബൂമറാമിങ് എഫക്റ്റ്, അതുപോലെ അൾട്രൂയിസം എല്ലാം നമ്മുടെ ജീവിതത്തിൽ തന്നെ നടക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു പിന്നെ ആ ടേംസ് ശരിക്കും പരിചയപ്പെടുത്തി തന്നതിനും വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഓരോന്നിനും ഓരോ കഥകൾ പറഞ്ഞ്, ഈ ടേംസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കഥകൾ പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിനകത്ത് തങ്ങി നിൽക്കും. അതാണ്, ഒരിക്കലും നമ്മൾ മറക്കില്ല. ജസ്റ്റ് ഒരു ടേം എക്സ്പ്ലെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോകും. പക്ഷെ ഇത് നമ്മൾ മറക്കില്ല. അതാണ് ആ കൊച്ചു കൊച്ചു കഥകൾ പറഞ്ഞ് കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അത് ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്നവരെല്ലാം ശരിക്കും ഈ 3 ടേംസ് ഒരിക്കലും മറക്കില്ല. കാരണം ആ കഥകൾ ഓർക്കും. നല്ല സെഷനായിരുന്നു.
താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Thank you. Thank you, sir. ഗുഡ് മോർണിംഗ്. കഥകളുടെ രാജകുമാരിക്ക് സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്. ഞാന് കൊടുത്താൽ കൊല്ലത്തെ കിട്ടുമെന്ന് പറഞ്ഞപ്പോ റവ് സാറ് പറഞ്ഞു കൊല്ലത്ത് മാത്രമല്ല തിരുവനന്തപുരത്തെ കിട്ടുമെന്ന്. അത് സാറിന്റെ എക്സ്പീരിയൻസ് കേട്ടപ്പോ മനസ്സിലായി കൊല്ലത്തുനിന്നെങ്കിലും കിട്ടും എന്നാണ്. കാരണം ഇത് എവിടുന്നെങ്കിലും നമുക്ക് തിരിച്ചിട്ടുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടും എന്നാണ്. നമ്മള് സൈക്കോളജിയിൽ ഈ ആൾട്രോയിസ്റ്റിക് നേച്ചർ പഠിച്ചിട്ടുണ്ടേ. അപ്പോഴും ഞങ്ങള് ഭയങ്കര ഡിസ്കഷൻ നടന്നു വന്ന്. അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും കിട്ടില്ല, ഉള്ളിന്റെ ഉള്ളിലെങ്കിലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വരുമല്ലോ. അതുകൊണ്ട് ആൾട്രോയിസ്റ്റിക് നേച്ചർ ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അന്ന് ഡിസ്കഷൻ നടന്നിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഒരുപാട് പേര് അങ്ങനെ ഉണ്ട് എന്നൊക്കെ ഞാൻ ഉദാഹരണം പറഞ്ഞപ്പോൾ ഒരു സാറൊന്ന് പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ദൈവത്തിന്റെ അടുത്തുനിന്ന് പ്രതിഫലം കിട്ടും എന്നെങ്കിലും വിചാരിച്ചിട്ടാവും ചെയ്യുന്നത്, ഇങ്ങനെ ഒരു നേച്ചറേ ഇല്ല എന്നൊക്കെ അന്ന് തർക്കിച്ചത് ഞാനിപ്പോ ഓർത്തതാണ് ഈ ആൾട്രൂയിസം കേട്ടപ്പോ. എന്തോ അറിയില്ല, നമുക്ക് എന്തെങ്കിലും ഉള്ളിന്റെ ഉള്ളിലെങ്കിലും ഒരു 1% നമ്മൾക്ക് നന്മയുണ്ടാകും, അതല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇത് തിരിച്ചു കിട്ടും എന്ന ആ ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ടാകും എന്നാണ് അവര് പറഞ്ഞു വെച്ചത്. ഉണ്ടായിരിക്കാം. ഏതായാലും എല്ലാവരും ഈ ഒരു നേച്ചർ ഉണ്ടാവട്ടെ, അങ്ങനെ ലോകം രക്ഷപ്പെടട്ടെ എന്ന് കൂടെ പറയുകയാണ്. ഏതായാലും ഒരു എന്താണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നന്മയുണ്ടെങ്കിൽ ആ നന്മയിലൂടെയെങ്കിലും നമ്മൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാകും എന്നുള്ളതാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാനായി നമ്മൾ ആഗ്രഹിക്കാത്തത് കൊണ്ടാണല്ലോ നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം എന്നിൽ നിന്നുണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഞാൻ വായിച്ച ഒരു ബുക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു 3 വർഷം മുമ്പ് വായിച്ച ഒരു ബുക്ക്, നിങ്ങൾ മരിച്ചാൽ ആര് കരയും എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ടല്ലോ, റോബിൻ ശർമ്മയുടെ. നല്ലൊരു ബുക്കാണത്. ആ ബുക്കൊക്കെയാണ് ഇപ്പൊ എൻ്റെ മനസ്സിലൂടെ ഈ സജ്ന മാമിന്റെ ക്ലാസ് കേട്ടപ്പോൾ ഇങ്ങനെ മനസ്സിലൂടെ പോയത്. ഏതായാലും ഒരു നല്ല അടിപൊളി സെഷൻ. ചില സെഷനൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ എങ്ങനെ നിൽക്കുമല്ലോ, അതിലൊന്നാണിത്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. കൊല്ലത്ത് മാത്രമല്ല എല്ലായിടത്തും കിട്ടുന്ന ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞതാണ്. അതിന് കൊല്ലത്തിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ 4 വർഷം പഠിച്ചത് കൊല്ലത്താണ്. അതാണ് കൊല്ലത്തിന്റെ ഒരു കാര്യമുണ്ട്. എന്താ അങ്ങനെ പറയുന്നതെന്നുള്ളതിന് ഒരു കാര്യം കൂടെ ഉണ്ട്. കൊല്ലത്ത് പണ്ട് പോർട്ട് ഉണ്ടായിരുന്നല്ലോ, ട്രേഡ് നടക്കുന്നുണ്ടായിരുന്നു സെഞ്ചുറീസ് ഒക്കെ. കശുവണ്ടിയുടെ അല്ലേ? അപ്പൊ അതിന് ട്രേഡ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ കാശും കൊണ്ട് അവിടെ ചെന്നാൽ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചെന്തെങ്കിലും നമ്മൾ കാശും കൊണ്ട് നമുക്ക് മേടിക്കാൻ പറ്റുമല്ലോ എന്തായാലും. അപ്പം അതിൽ നിന്ന് വന്നതാണ് ഇത്. കാരണം അവിടെ ട്രേഡ് നടന്നുകൊണ്ടിരുന്നു, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് കാശും കൊണ്ടുവന്ന് കാശ് കൊടുക്കുന്നു, സാധനം മേടിക്കുന്നു. അപ്പൊ അങ്ങനെ അന്നുണ്ടായതാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും. പിന്നെ ആ ട്രേഡും അങ്ങനത്തെ കാര്യമൊക്കെ അവിടുന്ന് മാറിയെങ്കിലും അത് ഇന്നും നിലനിൽക്കുന്നു, കൊടുത്താൽ കൊല്ലത്തും കിട്ടും, കാശ് കൊണ്ട്. അതെ അതെ, അങ്ങനെ ഒരു കാര്യമുണ്ട്. മാഡം ഏറ്റവും ക്ലാസ്സായിരുന്നു. നമ്മൾ വിതയ്ക്കുന്നതേ നമ്മൾ കൊയ്യും. നമ്മൾ നന്മ വിതച്ചാൽ നമുക്ക് നന്മ മാത്രമേ കൊയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തിന്മ വിതച്ചാൽ അതും നമുക്ക് കിട്ടും. അതാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. ഏറ്റവും നല്ല ക്ലാസ് ആയിരുന്നു. നമ്മൾ ഇംഗ്ലീഷിൽ പറയാറില്ലേ, വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട് എന്ന് പറയുന്നത്. അതാണ് ഇപ്പൊ ഈ ബൂമറാങ് ഇഫക്റ്റിന്റെ ഒരിത്. അങ്ങോട്ട് പോകുന്നത് അങ്ങോട്ട് കൊടുത്താൽ അത് തീർച്ചയായിട്ടും അത് ആ ആളിൽ നിന്നായിരിക്കത്തില്ല, എവിടുന്നേലും നമുക്ക് കിട്ടും. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഒത്തിരി പേര് ഇതിനകത്ത് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. സജിന കണ്ടായിരിക്കുമല്ലോ അല്ലേ? മെസ്സേജ് കുറേ ഇട്ടിട്ടുണ്ട്. സോ യു ക്യാൻ റീഡ് ദാറ്റ്. അങ്ങനെ എല്ലാരും പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നു. സാറാണോ മാമാണോ? താങ്ക് യു തസ്ലീമ മാം, രത്നം മാം, ഇഷ മാം. താങ്ക് യു ഓൾ. നുസ്രത്ത് മാം.
താങ്ക് യു. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാല്ലേ? ഒത്തിരി നാളോടുകൂടി ചന്ദ്ര മാമിനെ ഇതിനകത്തൊന്ന് കണ്ടിരുന്നു ഇടയ്ക്ക്, പിന്നെ കാണുന്നില്ല. മാം ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് ചന്ദ്ര തോന്നുന്നു മാം തിരക്കിലായിരിക്കും ചിലപ്പോ. തിരക്കിലാണോ? പ്രോബബ്ലി നോട്ട് ഏബിൾ ടു ടോക്ക്. ബട്ട് മെസ്സേജ് ഇട്ടിരുന്നു ആ. ചാറ്റില്. ആ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. എല്ലാവർക്കും കൊടുക്കാനും അതുപോലെ ഈ ഒരു അൾട്രൂയിസവും റെസിപ്രോസിറ്റിയും ബൂമറാങ് ഇഫക്റ്റും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കാനും അതിന് തക്കതായ രീതിയിൽ പ്രവർത്തിക്കാനും ഒക്കെ എല്ലാവർക്കും സാധിക്കട്ടെ. നല്ലത് മാത്രം ചിന്തിക്കുക, അപ്പൊ നല്ലത് വരും. തീർച്ചയായിട്ടും. എല്ലാവർക്കും നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. Thank you all. Wishing all a good day. Oh, there she is. Good to hear your voice. We'll start coming. Okay, good. Thank you all. Okay, take care. Bye.